സിനിമയാണ്. പക്ഷെ വളരെ നല്ല സിനിമയാണ്. ഞാൻ പറയുമ്പോൾ എനിക്ക് യാതൊരു നെഗറ്റീവും പറയാൻ തോന്നിയില്ല. അത്രയ്ക്ക് നല്ല അതാണ്. പ്രത്യേകിച്ച് ഞാൻ ഈ സിനിമ കാണാൻ കയറിയത് നമ്മുടെ അതിൻ്റെ ഡയറക്ടർ രാഹുൽ ജി നായർ എന്നുള്ള പേര് കണ്ടിട്ടാണ് ഞാൻ കയറിയത്. രാഹുലിൻ്റെ പ്രത്യേകിച്ച് ആദ്യത്തെ ഫിലിമിന് തന്നെ ഒറ്റമുറി വെളിച്ചത്തിന് 4 സ്റ്റേറ്റ് അവാർഡ് മേടിച്ച വ്യക്തിയാണ്. പിന്നെ പുള്ളിയുടെ കള്ളനോട്ട സിനിമ നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. അതിൻ്റെ പുള്ളി തന്നെയാണ് ഈ സിനിമയുടെ കഥയും സംവിധാനവും നിർവഹിച്ചത്. അത് കണ്ടിട്ടാണ് ഈ സിനിമ കാണാൻ കയറിയത്. അതിൻ്റെ ഒരു പ്രതീക്ഷയും തെറ്റിച്ചില്ല. വളരെ നല്ല സിനിമ. നല്ല ഡയലോഗ്സ് ആയാലും കഥയായാലും തിരക്കഥയായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിനിമാറ്റോഗ്രാഫി, പിന്നെ മ്യൂസിക്, നല്ല ഇമ്പമാർന്ന പാട്ടുകളുണ്ട്. പിന്നെ പെർഫോമൻസ് സുരേഷ് കൃഷ്ണയുടെയും സൈജു കുറുപ്പിനും അത് ഭംഗിയായിട്ട് അഭിനയിക്കും. എനിക്ക് ഭയങ്കര സ്വീറ്റായിട്ടുള്ള അഭിനയമാണ് അവർ രണ്ടുപേരുടെ. പിന്നെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്. എന്തായാലും നല്ല മൂവിയാണ്. നമ്മൾ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു മനസ്സിലൊരു സന്തോഷത്തോടു കൂടി ഇറങ്ങാം എന്ന നല്ലൊരു മൂവിയാണ്. ധൈര്യമായിട്ട് വന്ന് കാണാം. എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയം? നല്ല പടം. എങ്ങനെ കോമഡി ആണോ? കോമഡി കൊള്ളാം. എല്ലാവരും അഭിനയം എങ്ങനെയുണ്ട്? നല്ല അഭിനയം. അടിപൊളി. ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സ്ക്രിപ്റ്റ്, അടിപൊളിയായിട്ടുള്ള ഡയറക്ഷൻ, നല്ല സ്ക്രിപ്റ്റ്, വെരി ഗുഡ്. കോമഡി ത്രില്ലറായിട്ടാണ് എല്ലാം നന്നായിട്ടുണ്ട്. കോമഡി ഉണ്ട്, ത്രില്ലറാണ്, അടിപൊളി. കഥ എങ്ങനെയാണ്? കഥ നല്ല സൂപ്പറായിട്ട് പടം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അതേപോലെ ചെയ്യാൻ പറ്റും. അത്ര നല്ല ബെസ്റ്റ്. എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയം? എല്ലാം സൂപ്പർ. അത്രയ്ക്ക് നല്ല ഫിലിം പിന്നെ ഇല്ല, അത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഒരു സെക്യൂരിറ്റി ഓഫീസറുടെ ഓപ്പറേഷൻ വന്നിട്ടില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ത്രില്ലറാണോ അതോ? കോമഡി ഉണ്ട്, കോമഡി പ്ലസ്. സ്റ്റോറിയൊക്കെ എന്താണ്? ഇതന്നെ ഈ റിലേഷൻഷിപ്പ് തന്നെയാണ്. അപ്പോൾ അതിൽ വരുന്ന അവിടെ ഈ ഒരു അധികാരവർഗത്തിൻ്റെ ഒരു അപ്സ് ആൻഡ് ഡൗൺ വരുന്നതും ഒരു സാധാരണക്കാരനും ഒരു അധികാരവർഗം തമ്മിലുള്ള ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. കൊള്ളാം, എൻഗേജിങ് ആണ്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. എനിക്കറിയില്ല. എടുത്തു പറയാൻ ഈ ഇവിടെ നമ്മളൊരു കോമ്പോ തന്നെ, ഈ ഒരു അധികാരവർഗം ഉള്ള ഒരാളും ഇരിക്കുന്ന ഒരാളും അല്ലാതെ ഒരു സാധാരണക്കാരോട് ചെല്ലുമ്പോൾ ഒരു ഫേസ് ചെയ്യുന്ന കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഈ സാധാരണക്കാരൻ്റെ ഈ അധികാരവർഗത്തിരിക്കുന്ന ആളുടെ പ്രശ്നങ്ങൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാത്ത തരത്തിലുള്ള രീതിയുള്ളൂ. ഒരു അച്ഛൻ്റെ അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റി നന്നായി ചെയ്തിട്ടുണ്ട്. ഓഡിയൻസിന് കണക്ട് ആവുമോ? ഒരു ചെറിയ മൂവിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. 2 മണിക്കൂർ എൻജോയ് ചെയ്യാം. ഒരു പുതുമയാണോ പടം? സിനിമ എല്ലാം ഒരു പുതുമയുള്ള മൂവിയാണ്.